എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 35 ശ്ലോകം 6, 7, 8, 9, 10, 11 6 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ആ യുഗളഗീതം, മനോഹരമായ ആ യുഗളഗീതം തുടരുന്നു. കോമളം കൂജയൻ വേണം ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ബർഹിണസ്തവഗധാതുപലാശേ ബദ്ധമല്ല പരിബർഹവിടംബ കർഹിജിൽ സബലാളി സഗോവേ സമാഹ്വയതി യത്ര മുകുന്ദ. ഒരു ഗോപി പറയാ, ചലിക്കുന്ന വർഗങ്ങളെ കുറിച്ചൊന്നും ആശ്ചര്യപ്പെടണ്ട. അചേതന വസ്തുക്കൾ കൂടി ഈ കണ്ണന്റെ വേണുഗാനം കൊണ്ട് മോഹിക്കുന്ന സ്ഥിതി ഞാൻ പറയാം, നിങ്ങൾ കേട്ടോളൂ പറഞ്ഞിട്ട് പറയാ. ഹേ സഖി, മയിൽപ്പീലികള്, മനയോലകള്, പച്ചിലകള്, ഇതുകൊണ്ടൊക്കെ ഇങ്ങനെ മല്ലന്മാരുടെ ഒക്കെ വേഷം അങ്ങനെ അതിമനോഹരമായിട്ട് വേഷം കെട്ടി നടക്കണ്ടല്ലോ നമ്മുടെ കണ്ണൻ ബലരാമേട്ടനോട് കൂടിയിട്ട്. അങ്ങനെയുള്ള ആ മുകുന്ദൻ പല സ്ഥലത്ത് നിന്നിട്ട് എപ്പോഴെങ്കിലുമൊക്കെ പശുക്കളെയും ഗോപന്മാരെയൊക്കെ ഇങ്ങനെ ഉറക്ക വിളിക്കില്ലേ? ആ തന്റെ അടുത്ത് വരാനായിട്ട് പശുക്കളെ പുല്ല് തിന്നിട്ട് ദൂരേക്ക് പോകുമ്പോ ഭഗവാൻ ഇങ്ങനെ വിളിക്കും. ആ കണ്ണൻ ഓരോരുത്തരുടെ പേര് പറഞ്ഞിങ്ങനെ വിളിക്കുമ്പോ അപ്പൊ ആ വേണുഗാനം കേട്ടിട്ട് നദികൾ കൂടി ഇങ്ങനെ കാറ്റില് പറന്നു വരണമെന്ന് അവർക്ക് തോന്നണമെന്ന് പറയണു അടുത്ത ശ്ലോകത്തില്. തർഹി ഭഗ്നഗദയപ്സരിതോ വൈ തൽപദാംബുജരജോ നിലനീതം സ്പൃഹയതീർവയമിവാ ബഹുപുണ്യാ പ്രേമവേപിതഭുജ സ്ഥിമിതാവ. അങ്ങനെ ആ വേണുഗാനം പശുക്കളെ വിളിക്കുമ്പോ വേണുവിൽ കൂടെ ഇങ്ങനെ ഉറക്ക വിളിക്കാണ്. ശരിക്ക് പേര് പറഞ്ഞ് വിളിക്കണമാതിരി വിളിക്കാൻ പറ്റും കണ്ണന് ആ വേണുവിൽ കൂടി. അവര് പശുക്കള് ഓടി വരും. പക്ഷെ നദികൾ ഇത് കേൾക്കുമ്പോ ഉണ്ടല്ലോ, ആ കാറ്റില് പറക്കുന്ന ശ്രീകൃഷ്ണ പാദ പത്മപ്പൊടിയെ ആഗ്രഹിക്കുന്ന കൈകൾ കൊണ്ട് പ്രേമത്തെ സൂചിപ്പിക്കുന്ന മട്ടില് നദികൾ ഇങ്ങനെ പല വിധത്തിൽ ഇങ്ങനെ ഇളകുന്നു. ആ നദികളുടെ വെള്ളം ഇങ്ങനെ തിരമാലകളെ പോലെ ഇളക്കിയിട്ട് അവരുടെ ഞങ്ങൾക്ക് ആ ഭഗവാന്റെ സമീപത്ത് ഇപ്പൊ എത്താൻ സാധിക്കണില്ലല്ലോ എന്ന് വല്ലാത്ത വിഷമം വിചാരിച്ചിട്ട് നമ്മളെ പോലെ തന്നെ ഇങ്ങനെ കണ്ണില് വെള്ളം നിറച്ച് നിൽക്കുകയാണോ എന്ന് തോന്നണ മാതിരി അവര് അങ്ങോട്ട് അവരുടെ ജലപ്രവാഹം കൊണ്ട് നന്നായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ പുഴ പെട്ടെന്ന് ഇങ്ങനെ സ്തംഭിച്ചിങ്ങനെ നിൽക്കുകയാണ്. ആ പ്രവാഹ ജലത്തിന്റെ ഗതി സ്തംഭിപ്പിക്കണവര്. ഇപ്പൊ എനിക്ക് ഭഗവാന്റെ അടുത്ത് എത്തണം എന്ന് നദികൾക്ക് തോന്നുകയാണെന്നാ പറയണം. അപ്പൊ ആലോചിച്ചു നോക്കൂ, അചേതന വർഗത്തെ കൂടി മോഹിപ്പിക്കാൻ സാമർഥ്യമുള്ള ആ വേണുഗാന ശ്രവണത്താൽ ചേതനവർഗം മോഹിക്കുന്നതിലെ ആശ്ചര്യമില്ല അല്ലേ? നിങ്ങൾ പറയൂ സഖി. ഇങ്ങനെ ഇരിക്കുന്ന ഈ വേണുഗോപാലന്റെ വിരഹ ദുഃഖത്തെ നമ്മൾ എങ്ങനെ സഹിക്കാം എന്ന് അവര് പറയണു. അനുചരൈ സമനുവർണിത വീര്യ ആദിപൂരുഷൈവാചലഭൂതി വനചരോ ഗിരിതടേഷു ചരന്തിർ വേണുനാക്വയതി ഗാസയദാഹി. സ്ഥാവരങ്ങളിലും കൂടെ അതെ ഈ വേണുഗാനം കേട്ടിട്ട് അവര് അത്ഭുതപ്പെട്ട് അതിൽ ലയിച്ചു നിൽക്കുന്നു. എന്തൊരാശ്ചര്യം എന്ന് വേറൊരു ഗോപി പറയാ. ഹേ സഖി, ഇത് കേൾക്കൂ. മഹാവിഷ്ണുവിനെ മഹാലക്ഷ്മി എന്ന പോലെ വിട്ടുപിരിയാതെ ഇരിക്കുന്ന ശ്രീയോടുകൂടിയ ഭഗവാനായ ആ ശ്രീകൃഷ്ണന്റെ പിന്നാലെ നടക്കുന്ന ഗോപന്മാര് അദ്ദേഹത്തിന്റെ അസാമാന്യ മനോഹര ലീല ശൗര്യ പരാക്രമങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുമ്പോ മഹാലക്ഷ്മി ഭഗവാനെ വിട്ടിട്ട് ഒരു നിമിഷം ഇരിക്കില്ല. അതുപോലെ തന്നെയാണ് ആ ഗോപന്മാരും ഭഗവാനെ വിട്ടിട്ട് അവർക്കൊരു ഇത് വേണ്ട എന്നുള്ളത് പിന്നാലെ നടന്നിട്ട് ഭഗവാന്റെ ഈ ലീലകൾ മുഴുവനും അവര് ഗാനങ്ങളായിട്ട് എഴുതിയിട്ടുണ്ട്. അവരതിങ്ങനെ പാടിക്കൊണ്ട് നടക്കുക. അങ്ങനെ അവരോട് ഒന്നിച്ച് കാട്ടിൽ നടക്കുന്ന ശ്രീകൃഷ്ണൻ അപ്പൊ പശുക്കള് കുറേ ദൂരത്തേക്ക് പോകുമ്പോ അവരുടെ പ്രത്യേക പേര് പറഞ്ഞിങ്ങനെ
വിളിക്കുമ്പോൾ വനലതാസ്തരവാൽമനി വിഷ്ണു വ്യഞ്ജയന്തൈവ പുഷ്പഫലാഢ്യ പ്രണതഭാരവിടവാ മധുധാര പ്രേമഹൃഷ്ടധനവ സസൃജുസ്മ. അങ്ങനെ പശുക്കളെ വിളിക്കുമ്പോ ആ ഗാനം കേൾക്കുമ്പോ തന്നെ കാട്ടിലെ വള്ളികളും മരങ്ങളും കൂടി അത്യധികം ആനന്ദിച്ചു. ആ വേണുഗാനം കണ്ട് കേൾക്കുമ്പോ അവർക്ക് ഇങ്ങനെ രോമാഞ്ചം വരിക. അവർക്ക് വളരെ സന്തോഷമുണ്ടായി എന്ന് എങ്ങനെയാ മനസ്സിലായതെന്ന് വെച്ചാൽ അവയുടെ ഉള്ളിലുള്ള ആനന്ദാധിക്യത്തെ പ്രകാശിപ്പിക്കുകയാണോ എന്ന് തോന്നാറാ. അതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ മനോഹരമായ പുഷ്പങ്ങളും ഫലങ്ങളും അവയിലൊക്കെ പെട്ടെന്ന് കാണപ്പെട്ടു. ആദ്യം നല്ല ഭംഗിയുള്ള പൂക്കളാണ്, അതിനേക്കാളും നല്ല ഭംഗിയുള്ള മൊട്ടുകൾ പെട്ടെന്ന് ഉണ്ടാവണു, പൂവ് അങ്ങോട്ട് വിരിയണം. ഇതൊരു അത്ഭുതമല്ലേ എന്ന് പറയാണ് ആ ഗോപസ്ത്രീ. ഗാനശ്രവണത്താൽ ശ്രീകൃഷ്ണന്റെ പേരിലുണ്ടായ അതിസ്നേഹത്തെ സൂചിപ്പിക്കുന്ന രോമാഞ്ചങ്ങളാണത്. അടി മുതൽ മുടി വരെ ഇളന്തളിരുകളും പൂമൊട്ടുകളും അങ്ങോട്ട് നിറയണു. അങ്ങനെ നിറയെ പുഷ്പങ്ങൾ അങ്ങോട്ട് വന്നിട്ട് ആ കൊമ്പില് വന്നുകൊണ്ട് നിറഞ്ഞിട്ട് ആ ഫലപുഷ്പാദികളുടെ ഭാരം നിമിത്തം കൊമ്പുകൾ ഇങ്ങനെ താണു നിൽക്കുന്നത് കണ്ടോ? ഇത് കണ്ടാൽ ഇത്ര മനോഹര നാദ സൗഖ്യത്തെ അനുഭവിക്കുന്ന ഈ മഹാപുരുഷനെ നമസ്കരിക്കുകയാണോ എന്ന് തോന്നും. അത്ര നിറച്ച് പൂവുകളും കായകളും ഒക്കെ അപ്പൊ തന്നെ അങ്ങോട്ട് ഉണ്ടാവുകയാണ് എന്ന് പറയണു ആ സ്ത്രീ. പോരാത്തതിനോ ആ പഴങ്ങളിൽ നിന്നും പൂക്കളിൽ നിന്നും ഒക്കെ ഒഴുകുന്ന ആ തേനുണ്ടല്ലോ, ആ തേന് കാണുമ്പോ അവരുടെ ഉള്ളിലിങ്ങനെ നിറഞ്ഞ ആനന്ദം അവിടെയും കൂടി ഒതുങ്ങാതെ പുറത്തേക്ക് ഇങ്ങനെ ധാരകളായിട്ട് ഒഴുകുകയാണോ എന്ന് തോന്നും. എന്തൊരു ആശ്ചര്യ സഖി, ഹേ സഖി! സ്ഥാവരങ്ങളായ വൃക്ഷലതാദികൾ കൂടി ഇങ്ങനെ ആനന്ദിപ്പിക്കുന്ന വേണുഗാനലോലന്റെ വിരഹ നിമിത്തമുണ്ടായ ആ ക്ലേശത്തെ നമ്മൾ എങ്ങനെ സഹിക്കണം എന്ന് പറയണു. അപ്പൊ വേറൊരു ഗോപസ്ത്രീ പറയണു, താമരപ്പൊയ്കളിൽ ഇരിക്കണ ആ പക്ഷികൾ കൂടി വേണുഗാനം കേൾക്കുമ്പോ ആ മുനികളെ പോലെ ഇങ്ങനെ തപസ് ചെയ്യണം, ഒരു നിശ്ചലരായിട്ടിരിക്കണം, ശബ്ദം പുറപ്പെടുവിക്കാണ്ടെന്ന്. ദർശനീയ തിലകോ വനമാലാ ദിവ്യഗന്ധ തുളസീ മധുമത്തൈഃ അളികുലൈഃ അലഘുഗീതമഭീഷ്ടം ആർദ്രിയന്യർഹി സന്ധിത വേണു. എന്ന് മാത്രമല്ല ആ താമരപ്പൊയ്കകള് പക്ഷികളുടെ മനസ്സിനെയും ഭഗവാന്റെ ആ ഗാനം ആകർഷിക്കണോ എന്ന് വേറൊരു ഗോപി പറയാ. സൗന്ദര്യത്തിന്റെ പരമാവധി ആയിരിക്കുന്ന ശരീരത്തെ ധരിച്ചിരിക്കുന്ന ഭഗവാൻ അതിസുന്ദരൻ, സൗന്ദര്യോത്തരതോപി സുന്ദരതരം എന്ന് മേൽപ്പത്തൂര് പറഞ്ഞിട്ടില്ലേ. അപ്പൊ അതാണ് അവർക്ക് അതിങ്ങനെ കാണാൻ സാധിക്കുന്നു ആ ഗോപസ്ത്രീകൾക്ക്. അങ്ങനെയുള്ള ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ നെറ്റിയില് അതിമനോഹരമായ പൊട്ട് തൊട്ടുകൊണ്ട് ആ ഗോപിക്കൊടി തൊട്ട് കാട്ടിൽക്കൂടി ഇങ്ങനെ സഞ്ചരിക്കുമ്പോ ഭഗവാന്റെ ആ മാറിൽ കിടക്കുന്ന വനമാലകളുടെ മധ്യത്തിൽ വെച്ച് ദിവ്യഗന്ധമുള്ള തുളസിയിൽ നിന്ന് വീഴുന്ന കാറ്റ് ഏറ്റുകൊണ്ട് ആ മാലയിൽ വന്നിരുന്ന് അതിലെ ആ തേനിങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ഉച്ചത്തിൽ മൂളുന്ന വണ്ടുകളുടെ ഗാനം കേൾക്കുമ്പോ ഉണ്ടല്ലോ, ഭഗവാൻ എന്ത് ചെയ്യുന്നറിയോ? ആ നാദത്തിനനുസരിച്ച് ആ വണ്ടുകൾ ഇങ്ങനെ മൂളുമ്പോ ആ വണ്ടുകളുടെ ശ്രുതി ചേർത്ത് അതിനനുസരിച്ച് ഗാനം ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്റെ ആദരത്തോട് വേണുവിനെ ചേർത്ത് എപ്പോൾ യോജിപ്പിച്ചുവോ അപ്പോ ശ്രീകൃഷ്ണൻ സഞ്ചരിക്കുന്ന ആ അടുത്തുള്ള താമരപ്പൊയ്കളിൽ വസിക്കുന്ന കൊളക്കോഴി, ഹംസം മുതലായിട്ടുള്ള പക്ഷികള് അത് വേണുഗാനം കേട്ട ഉടനെ അവരിങ്ങനെ അനങ്ങാതിരിക്കണമെന്ന്. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. സരസി സാരസ ഹംസ വിഹംഗ ചാരുഗീത ഹൃദചേതസേത്യ ഹരിമുപാസതേ യദചിത്ത ഹന്ത മീലിത ദൃശോ ധൃതമൗന. ഭഗവാൻ ഇങ്ങനെ താമരപ്പൊയ്കയുടെ അടുത്തു കൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോ ആ താമരപ്പൊയ്കളിൽ വസിക്കുന്ന കൊളക്കോഴി, ഹംസം മുതലായിട്ടുള്ള പക്ഷികള് മനോഹരമായ വേണുഗാനത്തെ അങ്ങോട്ട് കേട്ടു. ഉടനെ യാതൊരു വിഷയങ്ങളിലും അവരിങ്ങനെ പക്ഷികൾ മത്സ്യത്തിനെയൊക്കെ പിടിക്കാനായിട്ട് നോക്കി അതിൽ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഒന്നും അവര് ചെയ്യണില്ല. അവരുടെ മനസ്സ് ആ വേണുഗാനത്തിൽ അങ്ങോട്ട് പ്രവേശിച്ചു. അങ്ങനെ ആ ഗാനം ചെയ്യുന്ന ശ്രീകൃഷ്ണന്റെ സമീപത്ത് അടുത്ത് വന്ന് അങ്ങോട്ട് ഇരിക്കുകയാണ് പിന്നെ പക്ഷികള്.
ആ ഗാനനാദത്തില് അവരുടെ മനസ്സങ്ങളിൽ ലയിച്ചു. പിന്നെ അവരുടെ സഹജങ്ങളായ ആ ശബ്ദങ്ങളെയും ഉപേക്ഷിച്ച് കണ്ണുകൾ അടച്ച് താമരനാളങ്ങള് ഭക്ഷിക്കാൻ കൂടി പോവാതെ ഭഗവാന്റെ സന്നിധാനത്തിലിരുന്ന് ഭഗവാനെ തന്നെ ധ്യാനിക്കുന്നത് പോലെ ആ വേണുഗാന മാഹാത്മ്യത്താൽ പക്ഷികളും ഭഗവാനെ സേവിച്ചു. യോഗികൾ എങ്ങനെയാ ഭഗവാനെ ഉള്ളിൽ ഇങ്ങനെ ആക്കിയിട്ട് ധ്യാന സമയത്തിൽ ആ മൂലാധാരത്തിൽ നിന്ന് പുറപ്പെടുന്ന നാദശ്രവണം കൊണ്ട് ഏകാഗ്രചിത്തരായിട്ടിരിക്കില്ലേ, അതുപോലെ ആ പക്ഷികളും ഭഗവാനെ സേവിച്ചു എന്നാണ് പറയണത്. ഏകാഗ്രചിത്തരായിട്ട്. ആ ഗോപി പറഞ്ഞു, ആശ്ചര്യം, ഇങ്ങനെ മനോഹര ഗായകനായ ഭഗവാന്റെ ഗാനം കേൾക്കാൻ സാധിക്കാത്തതിൽ ഉണ്ടാകുന്ന ദുഃഖത്തെ നമ്മൾ എങ്ങനെ സഹിക്കുക എന്ന് ആ ഗോപസ്ത്രീ പറയുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.